നമ്മൾ തുടങ്ങിയപ്പോൾ 15,000 രൂപയായിരുന്നു ഡയറ്റിന് ചിലവ്, പിന്നെ 20,000 ഇപ്പൊ ഡയറ്റിന് ചിലവ് എനിക്ക് മാത്രമായിട്ട് വീട്ടിൽ ഡയറ്റിന് ചിലവ് 30,000 രൂപ ഒരു മാസം. വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ മേടിക്കാൻ പോവുകയാണ് രാവിലെ. അതിനാണ് രാവിലെ എഴുന്നേറ്റ് 5:30 അത് അവസാനം അവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്ന വിലക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാവിലെ എഴുന്നേരുന്ന ഒരു അറിയത്തില്ല. എന്തായാലും പെട്ടെന്ന് പോയി വന്നാൽ എനിക്ക് പിന്നെയും കയറി കിടന്ന് ഉറങ്ങാം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാൻ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ മീൻകാരുണ്ട്. ആരുടെയും മേടിക്കണമെന്ന് അറിയത്തില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. മീൻ വന്നിട്ടില്ല, രണ്ടാ മീൻ വരുന്നില്ല, വേറെ ഏതോ മീൻ വരുവാണെന്ന് തോന്നുന്നു. ഇവിടെ ട്രക്കിലൂടെ സാധനം വരും ഹോൾസെയിൽ പ്രൈസിൽ, പിന്നെ ഇവർ കൊണ്ടുപോയി വില കൂട്ടി വേറെ സ്ഥലത്ത് വിൽക്കും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച മീനൊന്നും വീട്ടില്ല. അപ്പോൾ ഇന്ന് ഇവിടെ മീനില്ല. ഞാൻ വലിയ മീൻ മേടിക്കാനാണ് വന്നത്. അത് 440 മാർക്കറ്റിൽ കിട്ടുമായിരിക്കും. പക്ഷേ 440 1 കിലോ ഉള്ളൂ. ഞാൻ മേടിക്കാൻ വന്നത് 2 കിലോ. ആ ഫുൾ ബാസ്ക്കറ്റ് വേണം നമുക്ക് മേടിക്കാൻ, അറിയാമോ? ഹോൾസെയിൽ ആയിട്ട് ഫുൾ ബാസ്ക്കറ്റ് വില അല്ല, ഫുള്ളായിട്ട് മേടിക്കാൻ അവർ ഹോൾസെയിൽ തരും. 160 രൂപ കണ്ടായിരുന്നു ആ ബാസ്ക്കറ്റ് പോയത്. 3200 സിമ്പിള് നമുക്ക് സാധിക്കും. എത്ര കിലോ ആര് കഴിക്കും? സാധിക്കും. വേണ്ട കളിയാക്കായിരുന്നു. ലോട്ടറി അടിക്കുക. എന്തായാലും 5-9 എടുക്കാം. അമ്മയ്ക്ക് വേണ്ടി ആരൊക്കെ ഇരുന്ന് കേട്ടോ. അമ്മയ്ക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഡയറ്റാണ്. മീനൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. എന്തായാലും കുറച്ച് ചെറിയ മീൻ മേടിച്ചായിരുന്നു. ചെറിയ മീനെന്ന് പറഞ്ഞല്ല, വലയെ പിടിക്കുന്ന മീൻ. അതും എല്ലാ മീനൊക്കെ ഉണ്ട്. സാധാരണ വീട്ടിൽ എന്ന് വെച്ചാൽ ചെറിയ മീനും മത്തിയും അയിലയും അതൊക്കെ എപ്പോഴും മേടിക്കാറുള്ള. പിന്നെ വലിയ മീൻ ഞാൻ കേരയൊക്കെ മേടിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് വലിയ മാംസം ആയതുകൊണ്ട് കഴിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഈ ഡയറ്റിന് വേണ്ടി അത് നല്ലതെന്നും പറഞ്ഞ് അത് മേടിക്കാൻ പോയത്. കിട്ടിയില്ല. ഇപ്പം എന്തായാലും വലക്കാരുടെ മീൻ കഴിക്കാം. അമ്മ വലുതായിട്ട് വറുത്തിട്ടില്ല കേട്ടോ. നോക്കി മുള്ള പിച്ചി തിന്നാനുള്ള മാനസികാവസ്ഥ എൻ്റെ ഇല്ല. വീഡിയോ എഡിറ്റ് ചെയ്തിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് വായി വെച്ച് തിന്നുക. ബോൺ എക്സ്ട്രാ കാൽഷ്യമാണ് എടുക്കുക. ഞാൻ രാവിലെ ഓൾറെഡി 1/2 കിലോനെക്കാട്ടിലും കൂടുതൽ ഇറച്ചി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ആഹാരമായത്. ഇനി 1/2 കിലോ ഇറച്ചിയോട്ട് ഇരിപ്പുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ 15,000 രൂപയായിരുന്നു ഡയറ്റിന് ചിലവ്, പിന്നെ 20,000 ഇപ്പോൾ ഡയറ്റിന് ചിലവ് എനിക്ക് മാത്രമായിട്ട് വീട്ടിൽ ഡയറ്റിന് ചിലവ് 30,000 രൂപ ഒരു മാസം. കൊള്ളാം. ഇത് എവിടെ നിന്ന് കൊടുക്കണേ അതൊക്കെ? എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെന്ന്. എന്തായാലും വീട്ടിൽ വന്നതല്ലേ, ക്യാമറ ആയിട്ടല്ലേ ഇറങ്ങി വരണ്ടേ. ഒരു ചിരിക്കുന്ന മാത്രമല്ല, ഒന്നും പറയുന്നില്ല നീ. എന്താ പറയാ? എവിടെ പഠിക്കുന്നത്? രണ്ടും ഒരേ സ്കൂളല്ലല്ലോ. അപ്പൊ നിന്റെ ചേട്ടൻ എന്താ വ്യത്യാസം? നീ ക്ലാസ് കഴിഞ്ഞു. വേറെന്താ പറയുന്നു? യൂട്യൂബില്. പിന്നെ യൂട്യൂബറുടെ വീട്ടിൽ വന്നിട്ട് നീ ഞാൻ അവനെ ക്യാമറ എടുത്തിട്ട് വെക്കാനാണ്. ഒരാളോട് വരുന്നുണ്ടല്ലോ. ബൈ. അവരെല്ലാം പോകുന്നു. ഇത്രയും പേര് വന്നിട്ട് പോയിട്ട് നിനക്ക് ഒരു വ്യത്യാസമില്ലല്ലോടാ. ഗേറ്റിന്റെ മുമ്പിൽ തന്നെയാണോ നിൽക്കുന്ന? ഒരു റിയാക്ഷൻ എന്താടാ നീ വന്നിപ്പോൾ എല്ലാ സമയം എഡിറ്റിംഗ് തന്നെ പോവുകയാണ്. ഇപ്പം എന്തായാലും എനിക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഒരു എഡിറ്ററിനെയൊക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ ചിലവാണ്. ഞാൻ ഓൾറെഡി പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി എഡിറ്ററിനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല, അല്ലെങ്കിലും ഒന്നും കാണുന്നില്ല. ഉറങ്ങാൻ തോന്നുന്നു എനിക്ക്. ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കണക്ക് ലേറ്റ് ആവും ജിമ്മിൽ പോകാൻ. ഈ ജിമ്മിൽ പോകണം. അമ്മ പറയാം ചക്ക മുറിക്കണം. കൊള്ളാം. ഇല്ലാത്ത സമയത്ത് അമ്മയ്ക്ക് ചക്ക മുറിക്കണം. അല്ല ഞാൻ തിന്നാൻ പോലും പോകുന്നില്ല. അല്ലേ തന്നെ ഈ പിച്ചാത്തി എന്താണ്? നിന്റെ അറ്റേതോ കുഴപ്പമുണ്ടല്ലോ. ഇത് പഴുത്തയാണോ? പഴുത്തിട. ഇതിന് മൂർച്ചയൊന്നും ഇല്ല ഏട്ടാ. നാഞ്ഞു വെട്ടം. എനിക്ക് കഴിച്ച് പറയാൻ പറ്റില്ല. അമ്മ കഴിച്ചിട്ട് പറ. പഴുത്തയാണോ കഴിച്ചിട്ട് പറ. എനിക്ക് പോണം. ആ തൊലി കളഞ്ഞിട്ട് കഴിയുമ്പേ മധുരം വേണം അമ്മ. കൊള്ളാവാ? മധുരമില്ല, കൊള്ളത്തില്ല. കുറച്ച് കൊള്ളത്തില്ലെന്ന് അമ്മ തന്നെ കഴിച്ചു. അല്ല നീ കഴിക്കുന്നില്ലായിരുന്നു. കണ്ടാ ജിമ്മി വരുന്ന മുള്ളിയാണ്. ഇന്ന് എനിക്ക് വലുതായിട്ട് നോർമൽ മൂഡാണ്. വലിയ ഒന്നും ചെയ്യാൻ ആഗ്രഹം ഉണ്ട്, പക്ഷേ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ട് താനും ഇല്ല താനും, അങ്ങനത്തെ ഒരു മൂഡ്. വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ആയതാണ്. അപ്പം നിങ്ങളുടെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാട്ടോ ഈ മറ്റേ ഷോർട്സ് ചാനലിന് വേണ്ടി. ഞാനിങ്ങനെ ഷോർട്സ് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഷോർട്സിൽ എന്ത് പറയാനാ, നിങ്ങൾ ഐഡിയ പറയുമ്പോൾ വലിയ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐഡിയ ആയിരിക്കും. ഷോർട്സ് മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. വലുതാണെങ്കിൽ വലിയ വീഡിയോ ആണെങ്കിൽ എന്തായാലും ഷോർട്സും ഉണ്ടാക്കാമല്ലോ. നമുക്കിനി കുറച്ച് പൈസയും കൂടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജപ്തി ആയിരിക്കും. ജപ്തി. ഞാൻ ജിമ്മ് വരെ എത്തുകയും ചെയ്തു.
ജിമ്മിൻ്റെ പൈസ എടുത്തില്ല, എടുത്തോണ്ട് വരാം. ഇനി ലേറ്റ് ആണ്. കൊള്ളാം. കിറുക്കി ഞാൻ തിരിച്ചു വന്നു. ചക്ക ഇപ്പോഴും പുറത്തിരിക്കുവാണല്ലോ. പൈസ 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 പൈസ. ഇത് ഡേ 8 ഓഫ് 30 days കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ചെറുതായിട്ട് ഞാൻ ബൾക്ക് ആയോ, ചെറിയൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് എക്സസൈസിലോട്ട് പോകാം. ഫസ്റ്റ് വർക്കൗട്ട് സീറ്റഡ് ലാറ്ററൽ റീസ് ആയിരുന്നു. ഇതിനകത്ത് 20 കിലോ ഉണ്ട്. സാധാരണ 20 കിലോ നിന്നോണ്ടാ ചെയ്യാറുള്ളത്. പക്ഷെ നിന്നോണ്ട് എനിക്ക് കുറച്ചൊരു വെയിറ്റ് കൂട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് കൂട്ടാൻ ഇനി 20 കഴിഞ്ഞ് 25 ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇരുന്നോണ്ട് ചെയ്യാന്ന്. ഇരുന്നോണ്ട് കുറച്ച് സിഗ്നിഫിക്കന്റ്ലി ഹാർഡ് ആവും. അടുത്ത ഞാൻ നേരെ ചാടിയത് സീറ്റഡ് മിലിറ്ററി ബസ്സിലോട്ടാണ്. ഏത് എക്സസൈസ് സീറ്റഡ് ചെയ്താൽ മെനക്കേടാണ്. ഇതിനകത്ത് ഇപ്പൊ 70 കിലോക്ക് ഞാൻ 3 സെറ്റും 8 റെപ്സും അടിക്കും. കുറെ നാളായിട്ട് ഞാൻ ചെയ്യാത്തൊരു എക്സസൈസ് ആണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ടീ ബാർ. ജസ്റ്റ് ഒന്ന് തെന്നി, കുഴപ്പമില്ല. എങ്ങനെ തെന്നിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ആംഗിളിൽ. എന്തായാലും ടീ ബാർ ഒരു കിടിലൻ എക്സസൈസ് ആണ്. ഞാൻ പണ്ട് തൊട്ട് ചെയ്യുന്നതായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി. എനിക്ക് തോന്നുന്നത് വെയിറ്റ് ഒക്കെ അവിടെ ഇവിടുന്ന് പെറുക്കൊണ്ട് വരുന്ന മടി കാരണം പിന്നെ നിർത്തിയതാണെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് റേഡൽറ്റിന്റെ എക്സസൈസ് കളിക്കാൻ പറ്റിയില്ല. അതിപ്പം അതെന്റെ തെറ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ അയ്യോ, മുട്ടയോടെ ഉണ്ടാവും നോക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും കുറച്ച് ഇറച്ചിയുടെ കഴിക്കാൻ ബാക്കിയുണ്ട്. 1 കിലോ ഇല്ല, പക്ഷെ 400 ഗ്രാം അതും ഞാൻ കഴിക്കണം. എനിക്ക് എന്തെങ്കിലും മധുരം, കാപ്സ് അല്ല മധുരം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്. ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെപ്പോഴാണ്, ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ദാഹം കൂടുമ്പോഴാണ് ഇത് വരുന്നത്. ഈ ഡയറ്റിനകത്ത് നിങ്ങളുടെ വയറ് നിറഞ്ഞിടക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വയറ് നിറഞ്ഞിടക്കും, അല്ലെങ്കിൽ വിശപ്പ് ദാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പിന്നെ പണിയാവും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഇപ്പോൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ഇറക്കം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടോട്ട് വീണ് താഴെ കിടക്കാൻ കിടക്കാനായിരിക്കും ഇപ്പോൾ ഒരു താല്പര്യം. ഇവിടെ പുല്ലിൻ്റെ മുഖത്ത് വെറുതെ കിടക്കാൻ ഒന്നും അറിയണ്ട. കുറച്ച് വേണ്ടി എഴുന്നേറ്റ് പോവാ. ഇന്നലെ 20 മുട്ട മേടിച്ചത് തീർന്നിട്ടുണ്ട്. ഞാൻ പിന്നെയും പോയി നോക്കുക ഉണ്ടായില്ലെന്ന്. ഞാൻ ഇന്ന് മുട്ട കഴിക്കത്തില്ല, ഓൾറെഡി ഞാൻ 4-5 കഴിച്ച്. ഉണ്ടെങ്കിൽ മേടിച്ചേക്കാം. എനിക്ക് എന്താ പറയുക, ഞാൻ പോകാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്കൊരു കുപ്പി വെള്ളം വേണം, 2 ലിറ്ററിൻ്റെ തണുത്തത്. അവൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഓരോരോ ഗ്ലാസ് കുടിക്കുന്നു. ആ ഒരു മടി കാരണം മുട്ടയുടെ സ്റ്റോക്ക് കൂടിയല്ല. നോർമലി ഈ സമയത്ത് ഞാൻ പറയും കുളിച്ച് കഴിഞ്ഞ് ഇതാണ് ആഹാരമെന്ന്. പക്ഷേ ആഹാരം എൻ്റെ കയ്യിലില്ല. അത് ഞാൻ തന്നെ തിളപ്പിച്ച് കഴിക്കുക. ഇറച്ചി ഇവിടെ ഇരിപ്പുണ്ട്, തിളപ്പിച്ച് ഞാൻ തന്നെ കഴിച്ചുകൊള്ളാം. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം കിടന്നിറങ്ങി. എൻ്റെ മാതാശ്രീ പറയും ഇന്ന് പോയി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. നമ്മൾ കഴിക്കും. കേട്ടാ സ്വന്തമായിട്ട് കഴിക്കുക. അപ്പൊ നമ്മളെന്തായാലും ഇനി എന്ത് ചെയ്യാൻ? ശരി ഞാൻ ചൂടായിക്കോളാം. വേണ്ട കിടന്നോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും കണ്ടത് കാലസ് ആയി 2 കൈയിലും. ഇത് തഴമ്പൊക്കെ ഒന്ന് കിടക്കുന്നു. എനിക്ക് വയ്യ. ഇത് ഈ കൈയിലും ഉണ്ട്, വിരലിലും ഉണ്ട്. കുഴപ്പമില്ല, ചെറിയൊരിത്. രാവിലെ തൊട്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഇറച്ചിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. കുറച്ച് കൊഴുപ്പോടെ ഇറച്ചിയായിരുന്നേ. കണ്ടപ്പോഴും മുറിക്കുന്ന സമയത്തും കുറേ കൊഴുപ്പ് ഇങ്ങനെ തൂക്കി കിടക്കുന്നുണ്ടായിരുന്നു. ഇനി പല രോഗം പിടിച്ച് ഇറച്ചിയാണോ എന്നൊരു ചെറിയ ഡൗട്ടും കൂടിയാണ്. ഒരു ചൊവ്വയായിരുന്നു ഫുള്ള്. സാറിന് ഒട്ടും ഇങ്ങനെ പച്ചക്കറി ഒന്നും ഇടാതെ വെറുതെ ആവി കയറ്റി കുറച്ച് സ്പൈസ് ഇട്ട് കുറച്ച് കുരുമുളകും മുളകും ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് കഴിക്കില്ല. പ്ലെയിനാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന്. പിന്നെ കുറച്ചല്ല, നല്ല ഏറെ ഫാറ്റി ആയിരുന്നു. അവർ തന്ന പീസിനകത്ത് ഫാറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് ഓവറോൾ അതിൻ്റെ ശരീരത്തെ ഫുള്ളും ഫാറ്റ് ഉണ്ടായിരുന്നു, കൊഴുപ്പുണ്ടായിരുന്നു. ഇവർ തന്നോത്തി കൊഴുപ്പില്ലെന്ന് പറഞ്ഞാൽ പോലും ആ ടേസ്റ്റിനൊക്കെ ഒരു ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നു. മത്ത് പിടിക്കും, കഴിക്കാൻ തോന്നത്തില്ല. പിന്നെ എല്ലാ ദിവസവും മേടിക്കുന്ന 1.5 കിലോ ആണ്. അച്ഛൻ കഴിക്കത്തില്ല, അമ്മ കഴിക്കത്തില്ല, അനിയൻ കഴിക്കത്തില്ല. അപ്പം ഏകദേശം 1 കിലോ 1.5 കിലോക്കകത്ത് 1.5 കിലോ ഫുള്ള് ഞാൻ തന്നെ കഴിക്കുന്നത്. വേണമെങ്കിൽ അമ്മ വല്ലപ്പോഴും കുറച്ച് എടുത്ത് അപ്പം ഓൾമോസ്റ്റ് 1 kg 300 ഗ്രാം ഞാൻ തന്നെ കഴിക്കും. എന്തായാലും ഇന്നത്തെ ഒട്ടും പിടിച്ചില്ല എനിക്ക്. എന്തായാലും നാളെ നമുക്ക് കേര വല്ലതും മേടിക്കാം. എന്തായാലും ഇത് തുനിഞ്ഞിറങ്ങി. നാളത്തേക്ക് 2 കിലോ വല്ലതും മേടിച്ചിട്ട് അത് തന്നെ കഴിക്കാം. വേറെ ഒന്നും കഴിക്കുന്നില്ല ആൾ. അപ്പോൾ സെറ്റാക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. എൻ്റെ വയറിളക്കില്ലെങ്കിൽ ഭാഗ്യം.